യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. അപ്പോസ്തലൻ പൗലോസ് എഴുതിയ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നിന്നും ഈ ഭൂമിയിൽ നമ്മൾ എപ്രകാരം നമ്മുടെ ജഡത്തിൽ ജീവിക്കണമെന്നുള്ള ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ അതിലൂടെ ചിന്തിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആയതിനുള്ള ദൈവവചനത്തിൻ്റെ പഠനം നമ്മൾ ചെയ്യാൻ വേണ്ടി കൂടുതൽ മറ്റ് വേദഭാഗങ്ങളിലേക്ക് കടന്നു പോകുമെന്ന്. ഇന്ന് നമ്മൾ അങ്ങനെയുള്ള ഒരു വേദഭാഗത്തിലേക്കാണ് കടന്നു പോകുന്നത്. അതിനായി നമുക്ക് ലൂക്കോസിന് സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം വായിക്കാം. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു പ്രാണനെ വിട്ടു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു എക്സാമ്പിളാണ്. പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, നാം അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ തക്കവണ്ണം അവൻ നമുക്ക് നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ ആരെ നോക്കി ജീവിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക ആരാണ് എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ആരെ അനുകരിക്കണം. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, നാം കർത്താവ് യേശുക്രിസ്തുവിനെ അനുകരിക്കണമെന്ന്. യേശുക്രിസ്തുവിൽ നാം അനുകരിക്കേണ്ട മാതൃക എന്താണുള്ളത്? യേശുവിൻ്റെ ജീവിതം മുഴുവൻ തന്നെ വളരെ അനുകരണീയമായ ജീവിതമായിരുന്നു. ഇന്ന് ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ആളുകളിൽ ജനനം കൊണ്ടും മരണം കൊണ്ടും വളരെ നിസ്തുലത പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു കർത്താവ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ദൈവം മനുഷ്യനെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ചതാണ് കർത്താവ് യേശുക്രിസ്തു. ഈ ഭൂമിയിൽ യേശു ജനിച്ചു. തൻ്റെ ജനനം വളരെ വ്യത്യസ്തമായിരുന്നല്ലോ. പുരുഷബന്ധമോ രക്തബന്ധമോ മനുഷ്യന്റെ ഇഷ്ടമോ കൂടാതെ ഭൂമിയിൽ ജനിച്ച ഏക വ്യക്തി കർത്താവ് യേശുക്രിസ്തുവായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതം നമ്മെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നാം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ കാണുന്നത് തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന യേശുവിനെയാണ്. നമ്മളുടെയും ലക്ഷ്യം എന്തായിരിക്കണമെന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് പലരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ജീവിക്കുന്നത് പലർക്കും വേണ്ടിയാണ്. നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, നാം നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, നാം നമ്മുടെ വീടിന് വേണ്ടി ജീവിക്കുന്നു, നാം നമ്മുടെ സ്വത്തിനു വേണ്ടി ജീവിക്കുന്നു. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഇതിനു വേണ്ടി ഒന്നും ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരമാണ് നാം ഈ ഭൂമിയിലായിരിക്കുന്നത്. നമ്മൾ വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എല്ലാവരും തന്നെ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ജനിച്ചത് ഒരുപക്ഷെ 1970-കളിലോ 80-കളിലോ 90-കളിലോ അല്ല 2000 ആണ്ടുകളിലോ ആയിരിക്കാം. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ ക്രിസ്തുവിൽ കണ്ടു. ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞ ഇപ്രകാരമാണ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉണ്ടായിരുന്നു. അതായത് നിത്യത മുതൽ നിത്യത വരെ ആ ഒരു കാലയളവിന് വേണ്ടി ആക്കപ്പെട്ടവരായ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ശരീരം കൊണ്ട് നമ്മൾ ഈ അടുത്ത സമയത്താണ് ഭൂമിയിലായത്. വളരെ ചുരുങ്ങിയ കാലം മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. കർത്താവ് യേശുക്രിസ്തു അങ്ങനെയല്ല ആയിരുന്നത്. 33 വയസ്സുവരെയും യേശു ഈ ഭൂമിയിൽ ശരീരത്തോടു കൂടെ ആയിരുന്നു. എന്ന് പറയുന്ന പോലെ നമ്മളും ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് തൽക്കാലത്തേക്ക് മാത്രമാണ്, ഏതാനും ചില വർഷങ്ങൾക്ക് വേണ്ടി മാത്രം. പക്ഷെ ഈ കാലയളവിൽ ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാനുള്ളവരല്ല, നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാനുള്ളവരല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിവർത്തിച്ച് ജീവിക്കാനുള്ളവരാണ്. അതിൽ നമ്മൾ മനുഷ്യർക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ നമ്മളിലൂടെ ദൈവം ചെയ്തെടുക്കും. പ്രപഞ്ചത്തിന്, ഭൂമിക്ക് ഉപകാരമായ കാര്യങ്ങൾ ദൈവം നമ്മളിലൂടെ ചെയ്തെടുക്കും. ഇതെല്ലാം അതിനകത്തുള്ളതാണ്. പക്ഷേ നാം ജീവിക്കേണ്ടത് ദൈവത്തിന് വേണ്ടി ആയിരിക്കണം ജീവിക്കേണ്ടത്. അതായത് ദൈവവചനപ്രകാരം നാം ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിലൂടെ ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടുകയുള്ളൂ. നമ്മുടെ ചുരുങ്ങിയ കാലയളവിൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. യേശുക്രിസ്തുവിൽ കാണുന്ന പ്രത്യേകത, യേശുക്രിസ്തുവിൻ്റെ ആ 33.5 വയസ്സും
യേശു ജീവിച്ചത് തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പല സംഭവങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെല്ലാം യേശു തന്നോട് തർക്കിക്കാൻ വരുന്ന, തന്നോട് വാദിക്കാൻ വരുന്ന മനുഷ്യരോട് യേശു പറയുന്ന കാര്യമാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളൊക്കെ പറയുന്ന കാര്യമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമോ ദൈവവചന പ്രകാരമോ ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണെന്ന്. പലപ്പോഴും നമ്മളതിൻ്റെ ആ ഡിഫിക്കൽറ്റി മനസ്സിലാക്കിയാണ് അങ്ങനെ സംസാരിക്കാറുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 അനുഗ്രഹങ്ങളാണ് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ വളരെ ആവശ്യമായിട്ടുള്ള കാര്യം. ഒന്ന്, നമ്മുടെ പാപത്തിൻ്റെ ഭാരം. മനുഷ്യകുലത്തിൽ മനുഷ്യനെ ഏറ്റവും അധികം അസ്വസ്ഥപ്പെടുത്തുന്നതും അവനെ അസമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് പാപത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതായത് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്ന ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട് കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ ഭാരത്തെ ചുമക്കാൻ വേണ്ടി കടന്നു വന്നവനാണ്. ഈ വാക്യത്തിൽ, നമ്മൾ ഈ വായിച്ചതായ വാക്യത്തിൽ, യേശു അത്യുച്ചത്തിൽ പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു എന്ന പറയുന്ന ഭാഗത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, യേശുവിന്റെ മരണസമയത്ത് പറഞ്ഞ വാക്കാണ്. ഈ മരണത്തിൽ യേശു എന്താ ചെയ്തത്? ഗെത്സമനെ തോട്ടത്തിലേക്ക് നമ്മളൊന്ന് ചെന്നാൽ അവിടെ നമുക്ക് യേശുവിന്റെ പ്രാർത്ഥന കാണുവാൻ സാധിക്കുന്നുണ്ട്. രക്തം വീർപ്പ് തുള്ളിയായി ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുമ്പോൾ യേശു പറഞ്ഞ പ്രാർത്ഥന വാചകം പരിശുദ്ധാത്മാവ് ഹൈലൈറ്റ് ചെയ്തു. ഒരുപക്ഷെ ധാരാളം പ്രാർത്ഥനാ വാചകങ്ങൾ യേശുവോട് പറഞ്ഞു കാണും. പക്ഷേ ഒരു പ്രത്യേക സെന്റൻസ് പരിശുദ്ധാത്മാവോട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് തരികയാണ്. എന്താണത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ. പലരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് യേശു മരണം മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, യേശു മരണം മാറിപ്പോകാനല്ല പ്രാർത്ഥിച്ചത്. മറിച്ച് ദൈവകോപത്തിന്റെ ആ ക്രോധത്തിന്റെ പാനീയം, ആ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമെന്നാണ് യേശു പ്രാർത്ഥിച്ചത്. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഭാഗത്തും ദൈവക്രോധത്തെ, ദൈവത്തിന്റെ കോപത്തെ ഒരു പാനപാത്രമായിട്ട് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു ഇവിടെ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, ഈ ക്രോധം എന്നിൽ നിന്ന് മാറ്റണമേ. കാരണം സകല മാനവ കുലത്തിൻ്റെയും പാപത്തോടുള്ള ദൈവത്തിൻ്റെ ആ അപ്രോച്ച്, ദൈവത്തിൻ്റെ ആ ഒരു ക്രോധം, അത് മുഴുവനും യേശുക്രിസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായ ആ ദൈവക്രോധത്തിൻ്റെ ആ തീവ്രതയിൽ നിന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. ഈ ദൈവക്രോധത്തിന്റെ ഈ കപ്പിൽ നിന്നും, ഈ പാനപാത്രത്തിൽ നിന്നും ഒരു തുള്ളി നമ്മുടെ ആത്മാവിൽ വീണാൽ നമ്മൾ നശിച്ചു പോകും. ഇതിന്റെ ഒരു തുള്ളി ഈ പ്രപഞ്ചത്തിൽ വീണാൽ ഈ പ്രപഞ്ചം ഇല്ലാതായിട്ട് മാറും. നോക്കണേ, ഈ പാനപാത്രം യേശു കുടിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാ കുറ്റങ്ങളും, പാപത്തിന്റെ എല്ലാ ഭാരങ്ങളും അവൻ തൻ്റെ ചുമലിലേക്ക് ഏൽക്കുകയാണ്. ഈ പാനപാത്രം യേശു കുടിക്കുകയാണ്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്നത് സകല ലോകത്തിന്റെ ഭാരം, പാപം ചുമക്കുന്നവനായിട്ട് യേശു ക്രൂശിൽ കിടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏറ്റവും അധികം വഹിക്കുന്നതായ ഒരു കാര്യമാണ് നമ്മുടെ പാപത്തിന്റെ ഭാരം. പക്ഷെ ഇനിമേൽ നമ്മൾ ആ പാപഭാരം ചുമക്കണ്ട. കർത്താവ് യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ആ പാപഭാരം ചുമന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ മേൽ നിന്നും ഈ പാപത്തിന്റെ ഭാരം മാറിപ്പോകും. അടുത്തതായിട്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ, നമ്മെ സഹായിപ്പാൻ ഒരു കാര്യസ്ഥനെ പിതാവ് ദൈവം അയച്ചു തന്നു. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോടുള്ള ആ സംവേദനക്ഷമതയിൽ നമ്മൾ ജീവിച്ചാൽ, പരിശുദ്ധാത്മാവിനോടുള്ള ആ ബന്ധത്തിൽ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരും. ബൈബിളിലെ ഓരോ ഉപദേശങ്ങൾ പഠിക്കുവാനും അതിനനുസരിച്ച് ജീവിപ്പാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നോക്കണേ, ഇത്ര വലിയൊരു ആത്മീക അനുഗ്രഹം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവ ഉദ്ദേശത്തിന് വേണ്ടി തന്നെ, ദൈവത്തിൻ്റെ ആ വിളിയുടെ ഉദ്ദേശത്തിന് വേണ്ടി തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഈ വേദഭാഗത്തിൽ നിന്നും പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, യേശു ക്രിസ്തുവിനെ പോലെ നാം ഈ ഭൂമിയിൽ ജീവിക്കണം. എങ്ങനെ? പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നാം ഈ ഭൂമിയിൽ ജീവിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ആ ഉദ്ദേശ നിവൃത്തീകരണത്തിന് വേണ്ടിയാണ്. യേശു ക്രിസ്തുവിന്റെ ജീവിതം 33.5 വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളല്ലോ. ഒരു താൽക്കാലിക ഭൗമിക ജീവിതം. ഇതുപോലെ തന്നെയാണ്
നമ്മളും ഈ ഭൂമിയിൽ ഒരു താൽക്കാലിക ഭൗമിക ജീവിതമാണ്. നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരെ നമ്മൾ അല്പകാലത്തേക്ക് മാത്രം ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ജീവിച്ച് തക്ക സമയം കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ട് അവിടെ പുതിയ ശരീരത്തോടുകൂടെ നമ്മൾ ജീവിക്കും. പക്ഷേ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടം ചെയ്ത് ജീവിപ്പാനുള്ള ആ ഒരു മനസ്സും സമർപ്പണവും നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഈ ഒരു വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചിന്തകൾ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ദൈവജനത്തിൻ്റെ ആഴങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നല്ലോ. കർത്താവിൻ്റെ മഹത്വമുള്ളതായ ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഒരു പ്രാവശ്യങ്ങളോട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സഹായിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.